അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഒരു 3 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. ബേസിക്കലി UPSCയുടെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഇത്. നേരത്തെ ഡയറക്റ്റ് ചോദ്യമായിരുന്നെങ്കിൽ 1 സ്റ്റേറ്റ്മെന്റ് മാത്രമുള്ള ഒരു ചോദ്യമായിരുന്നെങ്കിൽ ഒരു 3 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ 3 സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ വായിക്കണം. അപ്പം വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആക്ച്വലി എലിമിനേഷൻ പോസിബിലിറ്റി നൽകുന്ന ഒരു ചോദ്യമാണ് ആക്ച്വലി 3 സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ 2 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ഓരോ സ്റ്റേറ്റ്മെന്റും വ്യക്തമായി അറിയണം എന്നില്ല. അറിയാതെ സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്തിട്ടും നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, അപ്പം രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ ന്യൂക്ലിയർ പവർ പ്രോഗ്രാം ഓഫ് ഇന്ത്യ. സോ ഇന്ത്യയുടെ ന്യൂക്ലിയർ പവർ പ്രോഗ്രാമിനെ പറ്റിയിട്ടാണ് ഈ ഒരു ചോദ്യം. ഓക്കെ, അപ്പൊ അതിൻ്റെ അകത്ത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, pressurized heavy water reactors have been set up at Kaiga and Rawat Bhatta. രാജസ്ഥാനിലെ കൈഗയിലും രവാത് ഭട്ടയിലും പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടർ ആണ് സെറ്റപ്പ് ചെയ്തേക്കുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. സോ ദാറ്റ്സ് എ ഫാക്ച്വൽ ചോദ്യം. ഓക്കെ, ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു ചോദ്യമാണിത്. പക്ഷേ നമ്മൾ ഇന്ത്യയുടെ ന്യൂക്ലിയർ പവർ പ്രോഗ്രാമിനെ പറ്റിയിട്ട് ബേസിക് ആയിട്ടുള്ള നോളജ് ഉണ്ടെങ്കിൽ ഇത് ഫാക്ച്വൽ ആയിട്ടുള്ള അല്ലാതെ നമുക്ക് അതായത് കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടും അത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അപ്പം ഇന്ത്യയുടെ ന്യൂക്ലിയർ പവർ പ്രോഗ്രാമിനെ പറ്റിയിട്ടുള്ള ഒരു ബേസിക് ഐഡിയ ഞാൻ ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് തരുന്നുണ്ടാവും. ഓക്കെ, അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി ഇത് ഫാക്ച്വൽ നോളജ് അല്ലാതെ കൺസെപ്ച്വൽ ആയിട്ട് നിങ്ങൾക്ക് അത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഇനി അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ, വേരിയബിൾ എനർജി സൈക്ലോട്രോൺ സെന്റർ, കൊൽക്കത്തയിൽ സ്ഥിതി ചെയ്യുന്ന വേരിയബിൾ എനർജി സൈക്ലോട്രോൺ സെന്റർ ഈസ് വൺ ഓഫ് ദ 5 റിസർച്ച് സെന്റേഴ്സ് അണ്ടർ ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ആണോ അതോ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജിയുടെ കീഴിലാണോ എന്നുള്ളത് മാത്രം നിങ്ങൾ ചോദിച്ചാൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ ന്യൂക്ലിയർ പവർ പ്രോഗ്രാമിനെ പറ്റിയിട്ടാണ് ഈ ചോദ്യം. അപ്പം ന്യൂക്ലിയർ പവർ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെന്റർ ആയിരിക്കണം വേരിയബിൾ എനർജി സൈക്ലോട്രോൺ സെന്റർ എന്ന് പറയുന്നത്, അല്ലേ? അപ്പം അത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കീഴിലായിരിക്കും അതോ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജിയുടെ കീഴിലായിരിക്കും എന്നുള്ള ചോദ്യം നിങ്ങളുടെ മനസ്സിൽ ഈ സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ വരണം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യം എന്തായിരിക്കും? അപ്പോൾ ഇത് ഒബ്വിയസ്ലി, അതായത് ബേസിക്കലി സയൻസ് ആൻഡ് ടെക്നോളജി ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലായിരിക്കാൻ സാധ്യതയില്ല, ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജിയുടെ കീഴിലായിരിക്കാം ഇത് എന്നുള്ളത് നിങ്ങൾക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് തെറ്റാണ് എന്ന് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഫാക്ട് അറിയില്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷനിലേക്ക് എത്താം. അപ്പൊ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, ഇന്ത്യ ഹാസ് വാസ്റ്റ് സോഴ്സ് ഓഫ് തോറിയം ആൻഡ് ദ തേർഡ് സ്റ്റേജ് ഓഫ് ഇന്ത്യൻ ന്യൂക്ലിയർ പവർ പ്രോഗ്രാം envisages the use of thorium for power generation. സോ ബേസിക് ആയിട്ട് നമ്മുടെ ന്യൂക്ലിയർ പവർ പ്രോഗ്രാമിനെ പറ്റി ഐഡിയ ഉള്ള എല്ലാവർക്കും തന്നെ എല്ലാവരും തന്നെ കേട്ടിരിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് ഇന്ത്യയുടെ 3 സ്റ്റേജ് ന്യൂക്ലിയർ പ്രോഗ്രാം ആണ് എന്നുള്ളത്. ഓക്കെ, 3 സ്റ്റേജ് ന്യൂക്ലിയർ പ്രോഗ്രാം ആണ് എന്നുള്ളത്. സോ എന്താണ് ഈ 3 സ്റ്റേജ് ന്യൂക്ലിയർ പ്രോഗ്രാം എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുണ്ടാവില്ല. അപ്പം നമുക്ക് എന്താ ഇന്നത്തെ ക്ലാസ്സിൽ കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയുടെ ഈ ന്യൂക്ലിയർ പവർ പ്രോഗ്രാമിനെ പറ്റിയിട്ട് ഒരു ബേസിക് ഐഡിയ നമുക്ക് ഉണ്ടാക്കാം. ആൻഡ് ഇന്ത്യയുടെ 3 സ്റ്റേജ് ന്യൂക്ലിയർ പ്രോഗ്രാം എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ബേസിക് ഐഡിയ വേണം. അപ്പോൾ ഈ ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറയുന്നത് ബേസിക്കലി ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, തേർഡ് സ്റ്റേറ്റ്മെന്റും ആക്ച്വലി ശരിയാണ്. ഓക്കെ, അതിൻ്റെ അത് തോറിയം എന്ന് പറയുന്ന റിസർച്ച് റിച്ച് ആയിട്ടുള്ള കൺട്രി ആണ് നമ്മൾ എന്നുള്ളത് കൊണ്ടാണ് ബേസിക്കലി നമ്മൾ 3 സ്റ്റേജ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയർ പവർ പ്രോഗ്രാമിനെ കുറിച്ച് ആലോചിച്ചത്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ആലോചിക്കാൻ കാരണം എന്നുള്ളത് നമുക്ക് കാണാം. അപ്പം ഈ തേർഡ് സ്റ്റേറ്റ്മെന്റും ആക്ച്വലി ശരിയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് 2 മാത്രം തെറ്റ്. ഓക്കെ, അപ്പോൾ 2 എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്ക് ആക്ച്വലി 3 ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഈവൻ 1ഉം 3ഉം ശരിയാണ് എന്ന് പോലും നമുക്ക് അറിയേണ്ട കാര്യമില്ല. എന്താണ് 2 തെറ്റായിരിക്കാൻ സാധ്യതയുണ്ട് എന്നറിയുമ്പോൾ തന്നെ നമുക്ക് 3 ഓപ്ഷൻ്റെ അകത്ത് വരുന്നുണ്ട്. ആ 3 ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ അകത്ത് സി എന്നുള്ളതാണ് ഉത്തരം.